ഹലോ, ഇന്നിപ്പോ ഇൻട്രോ എടുക്കുന്ന ഞാനാട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് ഇന്ന് നേരെ വെളുത്തപ്പോ അത്ര സുഖമില്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റോയൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. എന്തെന്നാണെന്നറിയോ? ഫ്രൈഡ് ചിക്കൻ. അതായത് KFC മോഡല് ഫ്രൈഡ് ചിക്കൻ. ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണല്ലേ? കുറച്ച് സാധനങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ 2-3 മണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് നമ്മള് ആദ്യം ചെയ്ത് വെക്കാണ്. വേണ്ടത് മുളക് പൊടി, മസാലപ്പൊടി, വിനാഗിരി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. മമ്മി വന്നു. ഞാൻ ഇൻട്രോ എടുത്ത് പാടില്ലാണ്ടെന്നല്ല, ഇത് മൊത്തത്തിൽ ഉടായിപ്പാണെങ്കിൽ നാക്ക് കാണിച്ചു കരിനാക്ക. അപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഇത്ര ഉള്ളു. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കണല്ലേ? അത് ഈ ആഴ്ചത്തെ നെയ്ലാർട്ട് നമ്മുടെ നെയ്ലാർട്ട് ഇത് മുടക്കാറില്ല, എല്ലാ ആഴ്ച ഇടുന്നു. അപ്പൊ ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറക്കണ ടൈമിൽ കാണിച്ചാലേ ഇവിടെ മേടിച്ച് വെച്ചേക്കുന്ന സ്റ്റോക്കാണ്. അപ്പൊ അത് കാരണം മുടക്കൂല. അപ്പൊ ഞാൻ സമയം കാണിച്ചാലേ അമ്മു ഇത് നോക്കിയാക്കണ സിമ്പിൾ സാധനം. മടിയായിരുന്നു, ബ്രഷ് ഒന്നും കാണാനില്ല. അപ്പൊ ഞാൻ വെറുതെ ഒരു ബ്രഷ് ഒരു പെയിന്റ് എടുത്ത് അങ്ങ് അടിച്ച്. അല്ലടാ, അത് ഒന്ന് കയ്യിലെടുത്ത് കാണിക്കായിരുന്നു. അമ്മ ഒന്ന് കയ്യിലെടുത്ത് കാണിച്ച മൂസേ. കുപ്പി കണ്ട എനിക്ക് ഞാൻ എന്താ പറയാ പിന്നാലെ നടന്ന് വാങ്ങിച്ചതാണ്. അതിനകത്ത് കുപ്പി മാത്രല്ല, അതിന്റെ ഉള്ളിലത്തെ സാധനം അടിപൊളിയായിരിക്കും. തിരിച്ചു കാണിച്ചു. ഇവിടെ പിന്നെ ഇവിടെ എന്തോ കൊക്കിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. അത് ഓൾറെഡി അതും ഉള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ വേണ്ടാന്ന് ഓർത്ത്. പിന്നെ ഓർത്ത് ഈ നീലക്ക് ഗോൾഡൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ സെറ്റ് ആക്കി ഞങ്ങൾ ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെച്ച് ഉണങ്ങിയിട്ടുണ്ടാവുന്നുള്ളൂ. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെച്ച് വറക്കണ ടൈം ആകുമ്പോ അല്ലേ മീ? ഓക്കെ പറ മമ്മിയുടെ ഓക്കെ ഒന്നുമില്ല. ഇൻട്രോ ഞാൻ എടുത്തു. അപ്പൊ ഗൈസേ കപ്പങ്ങ ഞങ്ങള് മുറിച്ച് കൊണ്ടുവന്നേക്കണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ മീ? കപ്പങ്ങ മമ്മി കഴിച്ചു, 2 കഴിച്ചു. ഒരെണ്ണോട് കഴിക്കി നോക്കട്ടെ. വേണ്ട, മോൻ കഴിക്കി. മോൻ കഴിച്ചിട്ടില്ല, മോന് ഇഷ്ടമല്ല. അമ്മ കഴിക്കി. മോന് ഇഷ്ടമില്ലാത്ത സാധനമാണ് കപ്പങ്ങ ചക്ക. കപ്പങ്ങ ചക്കയൊന്നും അമ്മൂന് വലിയ എക്സ്പ്രഷൻ എടുക്കാനൊന്നുമില്ല, ഇതെല്ലാരും കഴിക്കണല്ലേ. പക്ഷേ മധുരണ്ടല്ലേ? കുഴപ്പമില്ല. നല്ല കട്ടി പോലെ ഇരുന്നു. പക്ഷെ കട്ടി അത്യാവശ്യം കട്ടി അലർന്നു പോണില്ലാന്ന്. അപ്പൊ എല്ലാവരും കപ്പങ്ങ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അപ്പൊ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും അടിയിൽ കമന്റ് ചെയ്തോളൂ. എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്, ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമുള്ളതെന്നും കമന്റ് ചെയ്തോളൂ. കപ്പങ്ങയുടെ ചെറം മമ്മിക്ക് എന്ത് ഇഷ്ടപ്പെടാൻ കാരണം? മമ്മിക്ക് കപ്പങ്ങ നല്ല ഹെൽത്തിയാണ്. കപ്പങ്ങയിലുള്ള ഗുണങ്ങള് അതന്നെ. ഒരു 90% കപ്പങ്ങയില് ഗുണങ്ങള്, പലതരം ഗുണങ്ങളുണ്ട്. സൂപ്പറാണ് എല്ലാത്തിനും. ഫേസിൽ പുരട്ടാൻ നല്ലതാണ്, ഭക്ഷണം കഴിച്ചാൽ നല്ലതാണ്, വയറിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ് കപ്പങ്ങ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതവേ കപ്പങ്ങ, മാങ്ങ, ചക്ക, പഴുത്തത് ചക്കാട്ട അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മൂന് ചക്ക ഇഷ്ടമല്ല, പഴുത്തത്. മാങ്ങ പിന്നെയും തിന്നും, എന്നാലും ഇഷ്ടമല്ല. വേണ്ടാണ്ടുള്ളത് കപ്പങ്ങ ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഡാഡി ഒരു ഇഷ്ടം നിന്ന്, മമ്മി 2 ഇഷ്ടം നിന്ന്. അപ്പൊ നമ്മളവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് 2 മണിക്കൂർ കഴിയണം. 2 മണിക്കൂർ കഴിയണം. ചെയ്യണം. അത് തന്നെ ചെയ്യണം വിചാരിക്കുന്നത് കുറെ നാളായി. അപ്പൊ റോയലാണെന്ന് ഇപ്പൊ അതിന് മുൻകൈ എടുത്തേക്കണേ. റോയൽ ചാലക്കുടിക്ക് എത്തിയാ അപ്പൊ ചാലക്കുടി അവനെന്തിനു പോയതാ? അവൻ അപ്പൊ അതും കൂടി നമ്മള് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഞാൻ ടൈമിൽ കാണിക്കാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് പാത്രങ്ങളൊക്കെ റെഡി ആക്കി. നമ്മള് ചിക്കൻ പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് അതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കണം.
പിന്നെ പൊടി അത് ഇതാക്കാനായിട്ടുള്ള ഒരു പൊടി മാറ്റി സാധനം എടുത്തോട്ടെ? രണ്ടിലും മുക്കിയിട്ട് വേണം പൊരിക്കാനായിട്ട്. ആ സാധനം ഇവിടെ 2 മണിക്കൂർ വയ്ക്കാൻ പറഞ്ഞിട്ട് ഓരത്തിന് പറ്റാത്തതുകൊണ്ട് സാധനം 1 മണിക്കൂറായപ്പോ അതിന് എടുത്തിട്ടുണ്ട് കൈസ്. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി. അയ്യേ തൊട്ട് വെക്കണ വിടക്ക്. അപ്പൊ കൈസ് നമ്മള് കോൺഫ്ലവർ 2 കപ്പ്, ഇങ്ങനത്തെ ഇതിനകത്ത് 2 കപ്പാണ് അതിൽ പറയണത്. പക്ഷെ ഇത് പോരായണി നമ്മൾ രണ്ടാമത് ഇടുന്നതായിരിക്കും. 2 കപ്പ് സാധനം ഇടണം. 2 കപ്പ് കോൺഫ്ലവർ ഇട്ടുണ്ട്. ഇനി മൈദ ഇടണം. മൈദ മൈദ പൊട്ടിക്കാം. ഇങ്ങനെ പൊട്ടിച്ചാൽ പോരാ. ഇത് മൈദ കോൺഫ്ലവർ കണ്ട മനസ്സിലാവില്ല. അപ്പൊ നമ്മ ഇത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്നേക്കൾ മുമ്പ് നോക്കാം. അപ്പൊ മൈദ 2 കപ്പ് ഇടാം. മൈദ എന്തോരം നോക്കിയാമോ? ചായ തണുത്ത പാല് എന്റെ മറ്റേനെ അപ്പൊ അത് നമ്മൾ 2 കപ്പ് മൈദയും 2 കപ്പ് കോൺഫ്ലവർ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ചേട്ട യൂട്യൂബ് ചാനലൊക്കെ കാണാൻ സജി തേരുള്ളി മറ്റേ കാണിച്ച് സ്നേഹം കൂടണേ അത് കാണിക്കണ മക്കളെ ഹൃദയം തരണേ കൂട്ടുകൂടണേ ആ ചേട്ടന്റെ സജി തേരുള്ളി. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് പൗഡർ വന്നിട്ടുണ്ട്. മുളക് പൊടി ഇടാം. അത് ബേക്കിംഗ് പൗഡർ കുറച്ച് മതിയില്ല, ഇച്ചിരി കുളം മതി. ഫുള്ള് ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ഇടാം. അപ്പൊ കുരുമുളക് പൊടി പറയണേ കുരുമുളക് പൊടി. നമ്മ ടെൻഷൻ അടിപ്പില്ലേ? മമ്മി എന്നെ ടെൻഷൻ ആക്കല്ലേ, ഞാനിതൊന്നും എടുക്കട്ടെ. അപ്പൊ കുറച്ച് മുളക് പൊടി കുറച്ചുകൂടി ഇട്. 1 ടീസ്പൂൺ ഇടും. നമുക്കൊരു കളർ കിട്ടാനായിട്ട് ചെയ്യാനാ പോരെ? റെഡ് കളറിന് വേണ്ടിട്ട് മുളക് പൊടി എന്നിട്ടാ ഗരം മസാല മുളക് കാലിടല്ലേ. ഇച്ചിരി ഗരം മസാല, പിന്നെ ഗരം മസാല അര മതിയോ? ഗരം മസാല, കുരുമുളക് പൊടി, പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് നമുക്ക് ഒരു നുള്ളിട്ടാൽ മതി. കാരണം നമ്മളൊരു പറ്റി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് പോയി അതിനകത്ത് മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. അതിനകത്ത് ഉപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഉപ്പ് കുറച്ചിട്ടാ മതി. എന്തോ വിനാഗിരി അല്ല, ബേക്കിംഗ് പൗഡർ. ഞാൻ കട്ട് ചെയ്ത് തരാം. കൈ വെട്ടി തരൂട്ടോ. അപ്പൊ കുറച്ച് ബേക്കിംഗ് പൗഡർ അങ്ങനെ ഇടല്ലേ മോനെ, അളന്നിട്ടാ. ഒരു സ്പൂൺ ഇട്ട് വന്നേ. ഒരു സ്പൂൺ അധികം വേണ്ട കുറച്ചിട്ടാ മതി. 1/2 സ്പൂൺ ഇട്ടാ കാലായാലും മതി. അത് മതി. ഒരു സംഭവം അതിലുണ്ട്, മനസ്സിലായ? അതിലുണ്ട്. ഇനി എന്നിട്ടാമോ വിനാഗിരി എന്തോരാ? 1/2 ലിറ്റർ ഇതിനകത്തുണ്ട്. ഇതിലിട്ടാ മമ്മിന്ന് പോയി ഇതിലിട്ടാ മതി. പാലിട്ട് മിക്സ് ചെയ്ത് ഇത് മിക്സ് പാലെന്ന് വെച്ചാൽ അപ്പൊ നല്ല തണുത്ത നല്ല സൂപ്പർ പാലെടുക്കണം. അതായത് ഇപ്പൊ തന്നെ പശുവിന്റെ അവിടെ നിന്ന് കറന്നു പോകണം. കുറേശ്ശെ എന്നിട്ട് തണുത്തത് പശുവിന്റെ ഇപ്പൊ തന്നെ കറന്ന് എടുത്തിട്ടുള്ള സാധനം. മതി ഇനി ഇളക്ക്. കുറേശ്ശെ കട്ട പിടിക്കാണ്ട് പാല് കുറച്ചാക്കടാ. കുറേശ്ശെ ഇടന്റെ ഓയിലെ അതല്ലേ ഈ പറയണേ. കുറേശ്ശെ ഇടാൻ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടു. നമ്മുടെ ഫ്രൈഡ് ചിക്കന്റെ മസാല ബാറ്ററി സ്പീഡിൽ കാണിക്കും. ഇതൊരു ഉഷാറില്ലാണ്ട് കുലുക്കുമ്പോ വയറിടുന്നുള്ള കുലുക്കണേ. ബോഡി ഷെയ്മിങ് ആരെ കണ്ടുപിടിച്ചാലേ കളിയാക്കാൻ ഒരു തെണ്ടികളുടെ ആവശ്യമില്ല. നീ വെള്ളം ഒഴിക്കണോ? ഇത് കട്ടി കുറവാ, അല്ല കട്ടി കൂടുതലാ. ദൈവമേ, ഇതൊരു മിൽക്ക് സർബത്താ. അല്ല അതിനകത്ത് നോക്കിയാകുമ്പോ എങ്ങനെയാണെന്ന്. ഇനി അപ്പുറത്ത് ഇച്ചിരി മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്ത് പാലത് മതിയാനോ അതിലെ?
ഈ രണ്ടാമത്തെ കൂട്ടി നമുക്ക് ഉണ്ടാക്കാം. നല്ല ഇതാട്ടോ കറക്റ്റ് കിട്ടണ്ട്. നല്ല ശരിക്കും നമുക്ക് KFC യുടെ ഒരു ഇത് കിട്ടിയ ഫീലായി. എങ്ങനെയാകും എന്തോ. ഉപ്പൊക്കെ അയ്യേ ഇവനെന്തിട്ട് തിന്നു നോക്കണേ. ഉപ്പുണ്ടാ കൂടുതലുണ്ടാ? ഇനി പാലിടണ്ടല്ലോ. വേണ്ട വേണ്ട. അത് correct. അപ്പൊ അത് ഓക്കെ. ഇനി നമുക്ക് പൗഡർ ഉണ്ടാക്കണം. കോട്ടിങ്ങിന്റെ പൗഡർ, കോട്ടിങ് പൗഡർ കോട്ടിങ് പൗഡർ. അതിന് നമ്മൾ പൗഡർ ഇനി എന്തിട്ടാ അതിന് വേണ്ട. കാച്ചില മൈദ. അപ്പൊ മമ്മി ഇത് നോക്കിക്കോ. 1/4 കിലോ ഏകദേശം ആകുമ്പോൾ പറഞ്ഞു കേട്ടോ. ഇത് 600 ഗ്രാമോ മതിയോ? അതിനകത്ത് 2 സാധനം മതി. അത് 250 ആയിട്ടില്ല. ഓ മമ്മി എന്നിട്ട് എത്ര ആ ഇതെന്താന്നറിയോ, ഇത് നല്ലോണം പിടിക്കണം. അതാണ് ഇത് ഇത്ര ഇടാൻ പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് വേണ്ടത് ഇനി ബേക്കിംഗ് പൗഡർ അതെന്തോ ജസ്റ്റ് 1/4 സ്പൂൺ. സ്പൂൺ. അപ്പൊ ഗൈസ് നമ്മളിത് ഇത് നമുക്ക് വിജയിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഉണ്ടാക്കാം. പോരാ? ഇന്നൊക്കെ എണ്ണ ചൂടാക്കാൻ വെച്ചാലോ? എണ്ണ ചൂടാക്കാൻ വെച്ചോ. അപ്പൊ ഈ ഇത് ഇടണ്ടേ? കോൺഫ്ലവർ ഇടണ്ടേ? നോക്കത് ഉറപ്പല്ലേ? കുറച്ചിട്ടേക്കാം. അപ്പൊ ഇത് ഓക്കെ. ഇതില് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ഇടണോ? വേണ്ടല്ലോ, ഒന്നും വേണ്ട. ഇത് അരിച്ചെടുക്കാൻ പറഞ്ഞല്ലേ? അല്ല ഇത് മിക്സ് ചെയ്യണ്ടേ? അത് അരിച്ചെടുക്കാനായിട്ട് പറഞ്ഞുണ്ട്. എണ്ണോടൊപ്പം വെച്ചോ. ചിക്കൻ ഇവിടെ റെഡി, പൊടി റെഡി, ബാറ്റർ റെഡി. ആദ്യം എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്നൊരു പീസ് എടുക്കുക, ഇതിനകത്ത് കോട്ട് ചെയ്യുക, ഇതിനകത്തിട്ട് മുക്ക, എന്നിട്ട് 2 പിടി പിടിക്കുക, എന്നിട്ട് കൊടയുക, ഇതിനകത്ത് കയറുക. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ ഇനി നമ്മൾ വറക്കുമ്പോ കാണിച്ചു തരാം. ഓക്കെ, വറക്കാൻ എണ്ണ ചൂടാണ്ട്. അപ്പൊ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഇതിനകത്ത് മുക്കിയിട്ട് ഇതിലത്ത് പിടിക്കുക, 2-3 പ്രാവശ്യം ഇതിൽ പിടിക്കുക, എന്നിട്ട് കൊടയുക, അതിനകത്ത് ഇടുക. അത് ചെയ്യാൻ പോണ്. ശരിയാവോ ഇല്ലെന്ന് അറിയില്ല. നമ്മള് ആദ്യത്തെ സംരംഭമാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം നല്ലോണം. വീഡിയോ കാണുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ശരിയാണിട്ട്. ഇത് ഇതിന്മേ പിടിക്കരുത്. ഇത് ഈ സാധനം വെച്ച് പിടിക്കാനാണ് നമ്മുടെ സജി ചേട്ടൻ പറഞ്ഞാണ്. ഇങ്ങനെ പൊടിയോടുകൂടി പിടിക്കണം. ചിക്കൻ മേലെ ആവരുത്. പഠിച്ച് കൊടയാ തീ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യണ്ട. നമ്മുടെ ഫസ്റ്റത്തെ ഫ്രൈ ആവണ്ടാ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭൂവിനപ്പൊ ഒരു കഴിവുണ്ട്. നമുക്ക് KFC തുടങ്ങിയാലോ? NFC ഓയിൽ ഫ്രൈഡ് ചിക്കൻ. രണ്ടാമത്തെ ഇടാം. കൊട്ടയ സാധനം. അത് ശരിക്കും അവരിത് പിടിക്കണോ? അതിന്റെ തീ എങ്ങനെയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ അത് കരിയും. ഉള്ളിലെ വേവണയ്ക്കുമ്പോ കരിയും. അതാണ് പ്രശ്നം. ലോ ഫ്ലെയിമിൽ മതിയാവും. എനിക്കറിയില്ല. അപ്പൊ അടുത്തത് ഇടണം. അപ്പൊ നമ്മൾ ഫുള്ള് ഇട്ട് കാണിച്ചു കൊടുക്കാല്ലേ? അപ്പൊ ഇനി സാധനം പുറത്ത് വന്നിട്ട് റെഡി ആവുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. അല്ലേ? റെഡി ആയാലും ഇല്ലെങ്കിലും കാണിക്കണം. കാണിച്ചു തരും. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതൊക്കെ കൂടി ഇങ്ങനെ വെച്ചിട്ടൊരു വരവുണ്ട്. അപ്പൊ കാണാം. ഓക്കെ, വരവായിരിക്കും. എന്നിട്ടത് ഫ്രൈഡ് ചിക്കൻ. ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ വറുത്ത് ഫ്രൈഡ് ചിക്കൻ BFC അല്ല, നോയൽസി. മയണൈസ്, ടൊമാറ്റോ സോസ്, ചിക്കൻ. കഴിച്ചോക്ക്. എല്ലാവർക്കും സന്തോഷം. എന്റെ പ്ലേറ്റ് അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ പോവാണെങ്കിൽ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. മമ്മിക്ക് വലിയ ആഗ്രഹം ഉണ്ടായില്ലേ? മമ്മിക്ക് മയോണൈസ് തിന്നണം. മയോണൈസ് അല്ല, എങ്ങനെയുണ്ട്? അടിപൊളി. കഴിച്ചോക്കി മമ്മി. അടിപൊളി. മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയതാ. ഞാനും റോയലും കൂടി ഉണ്ടാക്കിയതാ. മയോണൈസ് അമ്മും റോയലും കൂടി ഉണ്ടാക്കി. ടേസ്റ്റ് ഉണ്ടാകുന്ന പിന്നെ നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കുറെ നേരമായി. ഈച്ച അല്ലേ
അടിപൊളി. അടിപൊളി സാധനം. ഇപ്പൊ നമ്മളങ്ങനെ സ്വയം പര്യാപ്തത നമുക്ക് ഇനി ഒരു കട KFC ഉണ്ടാക്കാനായിട്ട്. KFC അല്ല, BFC, മമ്മി ബെല്ലാസ് ഫ്രൈഡ് ചിക്കൻ. അല്ല എന്താ പറയണ്ടത്, നീയാണ്. അപ്പൊ വീഡിയോ ആ, ഈ വീഡിയോ അമ്മൂസേ ഞാനാണ് ഇൻട്രോ, മമ്മി മൈൻഡ് പേണ്. അപ്പൊ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചങ്ങ് പിടിച്ചോ. ഓക്കേ.